Good morning, all of you. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആങ്കിൾസ് ഇൻ എ ക്ലോക്ക് അതുപോലെ ഒരു ഫ്രാക്ഷൻ തന്നാൽ അത് ഏത് രീതിയിലാണ് നമ്മൾ ഒരു സർക്കിൾ വരച്ച് അതിൽ മാർക്ക് ചെയ്യുന്നത് അതാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെസൺ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുവെങ്കിലും ആങ്കിൾസ് ഇൻ എ ക്ലോക്ക് നമ്മൾ കുറച്ചും കൂടി പ്രോബ്ലംസ് തന്ന് തറവാക്കിയതിന് ശേഷം സെക്കൻഡ് ലെസണിലേക്ക് പോവാമെന്ന് വിചാരിച്ചു ടീച്ചർ. അപ്പൊ ആങ്കിൾസ് ഇൻ എ ക്ലോക്ക് എന്താണ്? ആങ്കിൾസ് ഇൻ എ ക്ലോക്ക്, ഒരു ക്ലോക്കിൽ ആങ്കിൾ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ? ചെറിയ സൂചിയും വലിയ സൂചിയും തമ്മിൽ സമയം കാണിക്കുമ്പോൾ ഇപ്പൊ 3 മണി, 9 മണി, 12 മണി, 6 മണി, അങ്ങനെ ആ ടൈമുകളിലൊക്കെ 2 സൂചികളുണ്ട്. ആ സൂചികൾക്കിടയിൽ കോണുകൾ അഥവാ ആങ്കിൾസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടീച്ചർ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ചു തന്നു. അതായത് ആങ്കിൾസ് ഉണ്ടാവുക, ആങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ രൂപത്തിൽ മാത്രമേ ക്ലോക്ക് ഉണ്ടാവുള്ളൂ എന്നില്ല അല്ലെ. പലരുടെ അടുത്തും ചതുരത്തിൽ ഉണ്ടാവും. അപ്പൊ ചില കുട്ടികൾക്ക് സംശയം വരും, എന്ത് ടീച്ചർ എപ്പോഴും സർക്കിൾ രൂപത്തിൽ ക്ലോക്ക് വരയ്ക്കണേ? ചതുരത്തിന്റെ രൂപത്തിലായാലും 360 തന്നെയാണോ വരിക? ടീച്ചർ പറഞ്ഞതുപോലെ മൊത്തം ആംഗിള് അത് തന്നെ വരുള്ളൂ. അതെന്താ? ഇപ്പൊ സർക്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, റെക്ടാംഗിൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു പോയിന്റിന് ചുറ്റുമുള്ള കോണുകളുടെ ആകെ തുക 360 ഡിഗ്രി ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് സർക്കിൾ ഡിവിഷൻ ഒക്കെ ചെയ്തത്. അതേ രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും, അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഒരു ക്ലോക്കില് ആകെയുള്ള കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. ക്ലോക്കില് 12 നമ്പറുകളാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ക്ലോക്ക് സമയം നോക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ ക്ലോക്കില് 12 നമ്പറുകൾ എന്ന് വെച്ചാൽ എന്താ അത് മീൻ ചെയ്യണത്? അതിനെ 12 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുക. ഓരോ നമ്പറുകൾക്ക് ഇടയിലും ഉള്ള ഡിസ്റ്റൻസ് എപ്പോഴും തുല്യമായിരിക്കും. അത് നിങ്ങൾ ക്ലോക്ക് എടുത്ത് നോക്കിക്കോളൂ. 12-ൽ നിന്ന് 1-ലേക്കുള്ള ദൂരം, 1-ൽ നിന്ന് 2-ലേക്കുള്ള ദൂരം, അങ്ങനെ ചുറ്റുമുള്ള ഓരോ നമ്പറുകൾക്ക് ഇടയിലുമുള്ള ദൂരം അഥവാ ഡിസ്റ്റൻസ് തുല്യമായിരിക്കും. അപ്പോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്ലോക്കിൽ ഒരു സമയം തന്നാൽ അതിന്റെ ചെറിയ സൂചിയും വലിയ സൂചിയും തമ്മിൽ ഒരു കോൺ ഉണ്ടാവുന്നു അഥവാ ആംഗിൾ ഉണ്ടാവുന്നു. അത് എത്ര എന്നുള്ളത് കണ്ടെത്താൻ ടീച്ചർ ഒന്നും കൂടി പറഞ്ഞു തരികയാണ്. ഒരു വട്ടം പറഞ്ഞു തന്നുവെങ്കിലും നമ്മൾ ഈ ലെസൺ വൈൻഡപ്പ് ചെയ്യാൻ ഒന്നും കൂടി തുടക്കമുള്ളതൊക്കെ ഒന്നും കൂടെ പറയാൻ പോവാണ്. ചിലർക്ക് സംശയങ്ങൾ ഉണ്ടാവും അതുകൊണ്ട്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ വരച്ചത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലോക്കില് 12 നമ്പറുകളാണ് ഉണ്ടാവുക. ഈ നമ്പറുകൾക്കിടയിലെല്ലാം ഉള്ള കോണിന്റെ അളവ് തുല്യമായിരിക്കും. ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിലേക്ക് ഒരു സൂചി നീങ്ങുകയാണെങ്കിൽ എത്ര ഡിഗ്രി തിരിയും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്. മൊത്തം 360 ആണ്. ആ 360-നെ എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മുടെ ക്ലോക്കിൽ ഡിവൈഡ് ചെയ്തിരിക്കണേ? 12 തുല്യ ഭാഗങ്ങളാക്കിയിട്ടാണ് അല്ലെ. അപ്പൊ 360-നെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 360-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണോ കിട്ടുന്നത് അത്രയും ആംഗിൾസ് ആയിരിക്കും ഓരോ നമ്പറുകൾക്കിടയിലും ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സൂചി ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് നീങ്ങുമ്പോൾ അത്രയും ഡിഗ്രിയാണ് അത് കറങ്ങിയത് അല്ലെങ്കിൽ മൂവ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറയണേ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ 360-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയാണ് കിട്ടിയത്? 30 ഡിഗ്രിയാണ് എനിക്ക് കിട്ടിയത് അല്ലെ. 30 ഡിഗ്രിയിലെ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയേ. അതെ. അപ്പോ ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിലേക്ക് ആ ഹാൻഡ് സൂചി നീങ്ങുകയാണെങ്കിൽ എത്ര ഡിഗ്രി തിരിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 30 ഡിഗ്രി തിരിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോ ഞാൻ ഓരോ ക്ലോക്കിലും ഓരോ സമയം വരച്ചിട്ടിരിക്കുക. അപ്പൊ നിങ്ങളാണ് പറയേണ്ടത് ഇതിന്റെ ഇടയിൽ എത്ര. ആദ്യത്തെ ടീച്ചർ പറഞ്ഞു തരും, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു വട്ടം പറഞ്ഞു തന്നതാണ് കേട്ടോ, എന്നാലും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ നമ്മൾ നോക്കുക, ഇപ്പൊ ഇവിടെ 3 മണിയാണ് കേട്ടാ. 3 മണി. അപ്പൊ നമ്മൾ ആദ്യമേ പറയണു, ഒരു സൂചി അല്ലെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 30 ഡിഗ്രിയാണ് അത് തിരിയുന്നത്, അല്ലെങ്കിൽ ആംഗിൾ ഫോം ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സമയങ്ങൾ തരികയാണെങ്കിൽ
നമ്മളുടെ സൂചികൾക്കിടയിൽ എത്ര നമ്പറുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര 30കൾ ഉണ്ട് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ 3 മണിയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കൂ എത്ര നമ്പറുകളാണ് ഉള്ളത്? 12ൽ നിന്ന് 1ലേക്ക് പോവണം. ഈ സൂചി ഇങ്ങനെ തിരിയാന്നല്ലേ നമ്മൾ വിചാരിക്കണത്. അപ്പൊ 12ൽ നിന്ന് 1ലേക്ക് പോകുമ്പോൾ ഒരു 30 ഡിഗ്രി ഇവിടെ ഫോം ചെയ്യണില്ലേ? അതുപോലെ 1ൽ നിന്ന് 2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 30 ഡിഗ്രി, 2ൽ നിന്ന് 3ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 30 ഡിഗ്രി. ഇത്രയും നമ്പറുകളല്ലേ ഈ 3 മണി എന്നുള്ള സമയത്തിന്റെ ഇടയിലുള്ളൂ. 1, 2, 3 3 കറങ്ങേണ്ടതുള്ളൂ ഇവിടേക്ക് എത്താൻ. അപ്പൊ 3 30കൾ ചേർന്നതായിരിക്കും ഇവയ്ക്കിടയിലുള്ള ആംഗിൾ. മനസ്സിലാവണ്ട? അപ്പൊ നമുക്ക് ഒരു സമയം തന്നിട്ട് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് തന്നിട്ട് ഈ സൂചികൾക്കിടയിലുള്ള സമയം കണ്ടെത്തുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവയ്ക്കിടയിൽ എത്ര നമ്പറുകളാണുള്ളത്? ഈ സൂചികൾക്കിടയിൽ എത്ര നമ്പറുകളുണ്ട്? 1, 2, 3 നമ്പറുകളല്ലേ ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ 1, ഇവിടേക്ക് വന്നാൽ 2, ഇവിടേക്ക് വന്നാൽ 3. അപ്പൊ 3 30കളാ എനിക്ക് താണ്ടി വരേണ്ടതുള്ളൂ. 3 30കൾ എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയാണ്? 30 + 30 + 30 അഥവാ 30 × 3. അപ്പൊ എത്രയാണ് ഇവിടെ വരുന്നത്? 90 ഡിഗ്രിയാണ് നമുക്ക് ഇവയ്ക്കിടയിലുള്ള ആംഗിളിന്റെ മെഷർ. 3 മണി ആണ് എന്നുണ്ടെങ്കിൽ ആ സൂചികൾക്ക് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും ഇടയിലുള്ള കോണിന്റെ അളവ് 90 ഡിഗ്രിയാണ്. അടുത്ത സമയം നോക്കി നോക്കുക. 4 മണിയാണ് കാണിച്ചിരിക്കുന്നത്. ചെറിയ സൂചി 4ന്റെ നേരെയും വലിയ സൂചി 12ന്റെ നേരെയുമാണ് ഉള്ളത്. അപ്പൊ 4 മണിയാണെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇതുപോലെ തന്നെ എങ്ങനെയാണ് ഈ 4 മണിയുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ നമുക്ക് അറിയേണ്ടത് അല്ലേ? അതെ. അപ്പൊ അതിന്റെ ഇടയിൽ എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് നോക്കണം. 1, 2, 3, 4 അല്ലെ? 12ൽ നിന്ന് 4ലേക്ക് എത്തണമെങ്കിൽ 4 നമ്പറുകളാണ് താണ്ടി വരുന്നത്. 12ൽ നിന്ന് 1ലേക്ക് പോയി, അപ്പൊ ഒരു 30 ഡിഗ്രി വന്നു. 1ൽ നിന്ന് 2ലേക്ക് പോയി, 30 എന്നുള്ളത് 60ആയി മാറി. 2ൽ നിന്ന് 3ലേക്ക് പോയി, വീണ്ടും ഒരു 30 കറങ്ങി അല്ലെ? 60 + 30 90. 90ൽ നിന്ന് വീണ്ടും ഞാൻ 3ൽ നിന്ന് 4ലേക്ക് എത്തണ്ടേ? അപ്പൊ എത്രയാ വരിക? 120 ഡിഗ്രി കറങ്ങി. മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഇവയ്ക്കിടയിൽ എത്ര 30കൾ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് കൂട്ടി എഴുതുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ എത്ര 30കളാണ് ഉള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പൊ 4 30കളാണ് ഇവിടെ ഉള്ളത് എങ്കിൽ 30 × 4. മനസ്സിലാവണ്ട പറയണേ? അപ്പൊ ഇവിടെ എത്ര വരും? 12ൽ നിന്ന് 1ലേക്ക് നീങ്ങിയപ്പോൾ 30, 1ൽ നിന്ന് 2 60, 2ൽ നിന്ന് 3 90, 3ൽ നിന്ന് 4 120 ഡിഗ്രി. അപ്പൊ ഇതിലെ ഒരു പ്രിൻസിപ്പിളെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. എന്ത്? നമ്പറുകൾക്കിടയിലുള്ള ആംഗിൾ കോണിന്റെ അളവ്. ഓരോ നമ്പറുകൾക്കിടയിലും നമ്മൾ വലിയ സൂചി മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഹാൻഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഗ്രിയാണ് തിരിയുക? 30 ഡിഗ്രിയാണ് വരിക. അത് എങ്ങനെയാ കിട്ടിയേ? വെറുതെ അങ്ങനെ 30 ഒന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല വേണ്ടത്. എങ്ങനെയാ? മൊത്തം, അതായത് ഒരു ബിന്ദുവിന്റെ ചുറ്റുമുള്ള കോണിന്റെ അളവ് 360 ഡിഗ്രിയാണ്. നമ്മുടെ കേസിൽ ക്ലോക്കില് അതിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കി വീതിച്ചു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു? 12 തുല്യ ഭാഗങ്ങളാക്കിയിട്ടാ മാറ്റിയിരിക്കണേ. അങ്ങനെയാണ് എനിക്ക് എങ്ങനെ മൊത്തമുള്ള 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 30. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ക്ലോക്കിലെ ഓരോ നമ്പറുകൾക്കിടയിലുമുള്ള കോണിന്റെ അളവ് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോ 4 മണിയായി എന്ന് പറഞ്ഞപ്പോൾ ആ സൂചികൾക്ക് അല്ലെങ്കിൽ ഹാൻഡ്സിനിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞു. ഇനി ടീച്ചർ പറയണില്ല, നിങ്ങളെ പറയുള്ളൂ കേട്ടാ. ടീച്ചർ വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. എത്രയത് സമയം? സമയം നോക്കാൻ അറിയാത്തവരെ പഠിപ്പിക്കാൻ വൃത്തിയില്ല കേട്ടാ. അപ്പൊ ഇതെത്രയാ സമയം? 9 മണിയാണ്. എങ്ങനെയാ? ചെറിയ സൂചി 9ലും വലിയ സൂചി 12ലും അല്ലെ? അപ്പൊ 9 മണിയാണെങ്കിൽ ഈ സൂചിക്ക് ഇടയിലുണ്ട്, ഈ 2 സൂചികൾക്ക് ഇടയിലും കോണുണ്ടാവുന്നുണ്ട് ഇല്ലേ? ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അത് എത്രയാണുള്ളത് എങ്ങനെയാ അറിയാ? ഇതിന്റെ ഇടയിലുള്ള 30കൾ എത്ര ഉണ്ട് നോക്കണം അല്ലേ? എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് നോക്കല്ലേ വേണ്ടു. അപ്പൊ നോക്കൂ, 9ൽ നിന്ന് 10ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരു 30 തിരിയണം. 10ൽ നിന്ന് 11ലേക്ക് വേണമെങ്കിൽ ഒരു 30 ഡിഗ്രി തിരിയണം.
11ൽ നിന്ന് 12ലേക്ക് പോവുകയാണെങ്കിൽ ഒരു 30 ഡിഗ്രി തിരിയണം. അപ്പൊ എത്ര 30കൾ കഴിഞ്ഞു നമ്മുടെ? ഇവിടെ ഒരു 30, രണ്ടാമത്തെ 30, മൂന്നാമത്തെ 30. അപ്പൊ 3 30കളാണ് തിരിയേണ്ടി വന്നേ. അതായത് എത്രയാ വരിക? 90 ഡിഗ്രി. ഇത് നിൽക്കണം കണ്ടാൽ തന്നെ നമുക്കറിയാലോ ഇത് 90 ഡിഗ്രിയാണ്. നമ്മള് കോണകളെ കുറിച്ചൊക്കെ അരച്ച് കലക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാ. അപ്പൊ നമുക്ക് ഹാൻഡ്സ് അല്ലെങ്കിൽ ഈ 2 ലൈൻസ് കണ്ടാൽ തന്നെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഏതാണ്ട് നിൽക്കണ്ടല്ലോ, 90 ഡിഗ്രി ആണോ തോന്നണേ എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ 9 മണിക്കും സൂചികൾക്കിടയിലുള്ള കോണിന്റെ അളവ് 90 ഡിഗ്രിയാണ്. അടുത്തത് 2 മണിയാണ്. ചെറിയ സൂചി 2ലാണ്, വലിയ സൂചി 12ലാണ്. അപ്പൊ 2 മണിയാണെങ്കിൽ അവയ്ക്കിടയിലുള്ള കോണിന്റെ അളവ് എത്ര? ക്ലോക്കിലെ സമയം 2 മണി തന്നിരിക്കുന്നു എങ്കിൽ ആ സൂചികൾക്ക് ഹാൻഡ്സിനിടയിലുള്ള ആംഗിൾ എത്ര? കോണളവ് എത്ര? എത്ര നമ്പറേ ഉള്ളൂ ഇവിടെ? 1, 2. 2 നമ്പറുകളെ ഉള്ളൂ. അതായത് എന്താണ് അർത്ഥം? 2 30കളെ തിരിയേണ്ട ആവശ്യമുള്ളൂ ഇവിടെ. 12ൽ നിന്ന് 1ലേക്കാണ് പോകുന്നത് എങ്കിൽ ഒരു 30 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞു. 1ൽ നിന്ന് 2ലേക്ക് എത്തുകയാണെങ്കിലും എന്ത്? 30 ഡിഗ്രി തിരിഞ്ഞു. അപ്പൊ മൊത്തം എത്ര ഡിഗ്രിയാ തിരിയണ്ടു? 30 + 30 അഥവാ 30 × 2. അപ്പൊ എത്രയാ വരണേ? 60 ഡിഗ്രി. ഇതിപ്പോ ടീച്ചർ ഇതേ ബോർഡുമെല്ലാം ചെയ്ത് തന്നു, നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് എഴുതിയെടുക്കാൻ വേണ്ടു. ഇനി ഒരു 4 ഫിഗർ ടീച്ചർ വരയ്ക്കാൻ പോവാ. എന്തിന്? നിങ്ങളാണ് പറയേണ്ടത് അതിന്റെ ആൻസർ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊന്ന് വരച്ചെടുത്തോളൂ. ഇതൊന്ന് വരച്ചെടുക്കുക. ആംഗിൾസ് ഇൻ എ ക്ലോക്ക് എന്നുള്ള ഹെഡിങ് എഴുതുക. ക്ലോക്കിലെ കോണുകൾ. നിങ്ങൾ എഴുതേണ്ടത് മലയാളം മീഡിയക്കാരെ എന്ത് എഴുതണം? ക്ലോക്കിലെ കോണുകൾ. നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അത്. ക്ലോക്കിലെ കോണുകൾ എന്നുള്ളത് എഴുതുക. ക്ലോക്കിലെ കോണുകൾ. അപ്പൊ ഓരോന്നിന്റെ അടിയിലും എഴുതിക്കോളൂ 90 ഡിഗ്രി. നമ്മുടെ ഫിഗറിൽ എഴുതിയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇത് എഴുതും 90 ഡിഗ്രി. ഇവിടെ എത്രയാ? 120 ഡിഗ്രി. ഇവിടെയോ 90 ഡിഗ്രി. ഇവിടെ 60 ഡിഗ്രി. വൃത്തിയായിട്ട് കോമ്പസ് ഉപയോഗിച്ചിട്ടൊക്കെ വരച്ചോളൂ കേട്ടാ. ഭംഗിയായിട്ട് വരച്ചോളൂ. ഇത് വരച്ചെടുക്കുക. ആംഗിൾസ് ഇൻ എ ക്ലോക്ക്. ആദ്യം 9 മണിയാണ്. 9 മണിക്ക് നമ്മൾ അതിന്റെ ഇടയിൽ എത്ര നമ്പറുകൾ ഉണ്ടോ അത്രയും 30കൾ കൂട്ടി. അപ്പൊ 90 ഡിഗ്രി കിട്ടി. 4 മണിയാണെങ്കിൽ 4 30കളാണ് ഇതിന്റെ ഇടയിലുള്ളത്. അപ്പൊ 30 × 4 120 ഡിഗ്രി. Here also 90 degree and 2 o'clock 60 degree. Okay. വരച്ചോ? ഓക്കെ. ഇനി വരയ്ക്കാൻ തരികയാണ്, ഞാൻ തരികയാണ്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് വരണം. ഇത് വരച്ചു കഴിഞ്ഞോ? വരച്ചു. കഴിഞ്ഞോ വരച്ച്? ടീച്ചർ ചോദ്യം മുകളിൽ എഴുതാനാണ് കേട്ടോ. ഇതൊന്നാമത്തെയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ. നെക്സ്റ്റ് ഇനി എഴുതാൻ പോകുന്നത് ഇതൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി രണ്ടാമത്തെയാണ് എഴുതാൻ പോകുന്നത്. ഫൈൻഡ് ദി ആംഗിൾ. ഫൈൻഡ് ദി ആംഗിൾ. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലെ ആംഗിൾ കണ്ടെത്തുക. Find the angle. Find the angle. കോണളവ് കണ്ടെത്തുക. കോണളവ്
കണ്ടെത്തുക. കോണളവ് കണ്ടെത്തുക. ഇനി ഞാൻ ഹാൻഡ്സ് വരയ്ക്കാൻ പോവാണ്. നാല് ഫിഗർ ABCD ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനിയുള്ളത് A question. പതിനൊന്ന് മണി. B question. ഏഴ് മണി. C question. ഒരു മണി. ഹോംവർക്കായിട്ട് ചെയ്തുകൊണ്ട് വരണ്ടാണ് കേട്ടോ. ആറു മണി. ഈ നാല് കണക്കുകളും ഹോംവർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൂചികൾക്കിടയിലുള്ള കോണുകളുടെ അളവ് എത്രയാണ് എന്ന് കണ്ടെത്തുക വേണ്ടു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഓരോ നമ്പറുകൾക്കിടയിലും ഒരു സൂചി ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നീങ്ങുകയാണെങ്കിൽ അത് 30 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പൊ നമുക്ക് ഏത് സമയമാണോ കാണുന്നത് അവയ്ക്കിടയിൽ എത്ര 30കൾ ഉണ്ടോ അത് കണക്കാക്കി എഴുതിയാ കൂട്ടി എഴുതിയാ പോരെ. ഇത് നാലെണ്ണം ഹോംവർക്ക് ചെയ്തിട്ട് വരും. വരച്ചെടുക്കുക കേട്ടോ വേഗം. 11 മണി, 7 മണി, 1 മണി, 6 മണി. ഇത് വരച്ച് ഹോംവർക്ക് ചെയ്ത് കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരിക. അപ്പൊ ഏകദേശം ഈ ലെസൺ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ലെസന്റെ ഒക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എങ്കിലും ഈ ലെസൺ തുടക്കം മുതൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പറയാൻ പോവാം. ലെസണില് ഓടിച്ച് പറയാൻ പോവാണ് കേട്ടോ. ഈ തുടക്കം ഇത് വരച്ച് ഇത് മാറ്റോട്ടെ കഴിഞ്ഞില്ലേ ഇത്. നമ്മൾ ഈ ലെസന്റെ തുടക്കം മുതൽ എന്തൊക്കെയാണോ പഠിച്ചത് അതൊന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെസൺ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഈ ലെസണിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഈ ലെസൺ എന്തിനെ കുറിച്ചാണ്? നമുക്ക് ആംഗിൾസിനെ കുറിച്ചാണ് പഠിച്ചത്. അതില് ഈ ലെസണിൽ പ്രധാനമായിട്ടും നമ്മൾ 3 തരത്തിൽ ആംഗിൾസ് ഇപ്പൊ കുറെ തരത്തിലുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ വർഷം 3 ആംഗിൾസിനെ 3 കോണുകളെ കുറിച്ചാണ് പഠിച്ചത്. അവ ഏതൊക്കെയാണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ. ഏതൊക്കെയാണ്? ബൃഹത് കോൺ, ന്യൂനകോൺ, മട്ടകോൺ. അതിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ മെഷർ അളവുള്ള കോണുകളെ പൊതുവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ. ആൻ ആംഗിൾ ഓഫ് മെഷർ മോർ ദാൻ 90 ഡിഗ്രി. ഇനി അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ എന്ന് പറഞ്ഞത് എന്താണ് പഠിച്ചത്? 90 ഡിഗ്രിയേക്കാൾ കുറവ് അളവുകളുള്ള കോണുകളെ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ. ആൻ ആംഗിൾ ഓഫ് മെഷർ ലെസ് ദാൻ 90 ഡിഗ്രി. ഇനി എന്താണ് റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ? പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഒരുമിച്ച് പറയുന്നുണ്ട്. റൈറ്റ് ആംഗിൾ എന്താ? ആൻ ആംഗിൾ ഓഫ് മെഷർ എക്സാക്ട് 90 ഡിഗ്രി. കറക്റ്റ് 90 ഡിഗ്രി അളവുള്ള കോണുകളെ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ. അങ്ങനെ 3 ആംഗിൾസിനെ കുറിച്ച് പഠിച്ചു. ആംഗിൾ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവിടെ കോൺ ഉണ്ടാവുന്നു അല്ലെ? 2 lines meeting at a point an angle is formed. അങ്ങനെയാണ് ആംഗിൾ ഉണ്ടാവുന്നത്. ആംഗിളിന്റെ 3 തരത്തിലുള്ള ആംഗിൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ചിത്രങ്ങൾ തന്നിട്ട് അത് ഏത് തരത്തിലുള്ള ആംഗിൾ ആണ് എന്ന് പേര് പറയാൻ. അതിനു മുമ്പ് തന്നെ ഒരു ആംഗിളിന്റെ പേര് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 വരകൾ കൂട്ടിമുട്ടി എന്നിട്ട് ഈ ആംഗിളിന് ശരിക്കും എന്താ പേര് പറയാ?
അതായത് ഈ അക്ഷരം ഉപയോഗിച്ചിട്ട് എങ്ങനെയാ പേര് പറയാ? ആംഗിൾ എന്ന് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആംഗിൾ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്ട ഈ സിമ്പലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെ. ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി. ഇതാ ഇങ്ങനെ ഒരു ചെറിയ വട്ടമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ തന്നാൽ ഇത് ഏത് തരത്തിലുള്ള ആംഗിൾ ആണ് എന്നുള്ളത് എങ്ങനെയാ അറിയാം? ഇപ്പൊ അക്ഷരത്തിൽ നിങ്ങൾ എഴുതണമെന്ന് വിചാരിക്കുന്നു. ഒരു എ എന്ന് തന്നിരിക്കുന്നു, ഒ എന്ന് തന്നിരിക്കുന്നു, ബി എന്ന് തന്നിരിക്കുന്നു. ഈ ആംഗിളിന് എങ്ങനെയാണ് പേര് പറയുക? അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് ഈ വർഷം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? നമ്മൾ ഈ നടുവിലത്തെ, അതായത് ഈ രണ്ട് വരെയും കൂട്ടിമുട്ടുന്ന ശീർഷം, ഈ ശീർഷത്തില് ഏത് അക്ഷരം, ഏത് ലെറ്റർ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ ലെറ്റർ ആണ് ഞാൻ പറയാൻ പോകുന്ന ആംഗിളിന്റെ നടുവിൽ എഴുതേണ്ടത് എപ്പോഴും. അപ്പൊ എങ്ങനെയാണ്? എ ഒ ബി എന്ന് പറയാം, അല്ലെങ്കിലോ ബി ഒ എ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പറയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പറയാം. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിന്റെ പേര് എ ഒ ബി എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗിൾ ബി ഒ എ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നിട്ട് തന്നിരിക്കുന്ന ആംഗിളിന് പേര് കൊടുത്തു. ആംഗിൾ ഏത് തരത്തിലുള്ള ആംഗിൾ ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയാറ്? അതായത് രണ്ട് ആംഗിൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, രണ്ട് വര ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ? ഇവയുടെ വിരിവ് കുറവാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ ആണ്, 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ഈ രണ്ട് വരകൾ തമ്മിലുള്ള വിരിവ് കൂടുകയാണെങ്കിൽ അത് എന്ത് ആംഗിൾ ആണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഇത് രണ്ടും തിരശ്ചീനവും ലംബവുമായ രേഖകൾ, നേർവര സ്ട്രെയിറ്റ് ലൈൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് എന്ത് ആംഗിൾ ആണ്? 90 ഡിഗ്രി ആംഗിൾ ആണ്, റൈറ്റ് ആംഗിൾ. അങ്ങനെ ഇങ്ങനത്തെ ചിത്രങ്ങൾ തന്നിട്ട് മെഷർ ചെയ്യാതെ ഇത് ഏത് ഗണത്തിൽ പെടുന്നു, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ, 90 ഡിഗ്രിയേക്കാൾ കുറവാണോ, 90 ഡിഗ്രി ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ കോണിന്റെ പേര് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നടുവിലത്തെ അക്ഷരം നമ്മൾ എഴുതുന്ന ആംഗിളിന്റെ ലെറ്ററിൽ നടുവിൽ തന്നെ വരണം. എ ഒ ബി ഈ അക്ഷരം എപ്പോഴും നടുവിൽ വരാം. അത് ഇവിടുത്തെ ഇങ്ങോട്ടും തിരിച്ചു പറയാം, ബി ഒ എ. രണ്ടായാലും തെറ്റില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ലെസണിൽ എന്താണ് പിന്നെ ഡിസ്കസ് ചെയ്തത്? അപ്പൊ തന്നിരിക്കുന്ന ചിത്രം ഏത് രീതിയിലാണ് വരണേ, എങ്ങനെയാണ് മനസ്സിലാക്കുക, കോണുകൾ 90 ഡിഗ്രി ആണോ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഒരു പുതിയ ടൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതില്. ഒരു പുതിയ ടൂള്, അതായത് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ അതുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ കോൺ അളക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേതാ? നമ്മൾ ഏതാണ് ഉപയോഗിച്ചിരുന്നത്? ഈ ടൂളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിനെ പറയുന്ന പേരെന്താ? പ്രൊട്രാക്ടർ അഥവാ കോൺ മാപിനി. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലെസണിൽ ഒരു മെജോറിറ്റി പ്രോബ്ലമും ചെയ്തത് അല്ലെ. ഇത് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പഠിച്ചു, ഇത് ഉപയോഗിച്ചിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ കോൺ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്. അതെന്താണ്? പ്രൊട്രാക്ടർ അഥവാ കോൺ മാപിനി. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൺ വരയ്ക്കുന്നത്. അപ്പോ ഈ കോൺ വരയ്ക്കാനായിട്ട് ഈ ടൂളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന് പ്രൊട്രാക്ടർ എങ്ങനെയാണ് അളക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. എങ്ങനെയാണ് ഇപ്പൊ അളക്കുന്നത്? നമ്മള് ഈ പ്രൊട്രാക്ടറിൽ 2 സ്കെയിലുകൾ ഉണ്ട്. താഴത്തുനിന്ന് സ്കെയിലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴത്തുനിന്ന് 180 ഡിഗ്രി വരെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് 0 തുടങ്ങുന്ന മുകളിലത്തെ സ്കെയില് ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി ഉണ്ട്. ഈ 2 സ്കെയിലുകളും നമുക്ക് കോൺ വരയ്ക്കുമ്പോൾ ആവശ്യമാണ്. അത് ഏത് രീതിയിലാണ് വരയ്ക്കേണ്ടത് എന്ന് എങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കണേ? ഒന്നും കൂടെ നമ്മൾ സ്പീഡായിട്ട് പോകണൂട്ടത്. ഇങ്ങനെയാണ് ഒരു വര വരച്ചേക്കുന്നത്. നമ്മളോട് 60 ഡിഗ്രി കോൺ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു കോൺ തന്നിട്ട്, ചിത്രത്തിൽ ഒരു കോൺ തന്നിട്ട് ഇത് ആരോ മാർക്ക് ഇട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചിത്രത്തിൽ ഒരു കോൺ തന്നു, 2 വരകളുടെ കൂട്ടിമുട്ടി ഈ കോൺ തന്നിരിക്കുന്നു. ഇതിന്റെ മെഷർ എഴുതുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് അഥവാ കോൺ മാപിനി ഉപയോഗിച്ചിട്ട് ഈ തന്നിരിക്കുന്ന ചിത്രം എത്ര ഡിഗ്രിയാണ് എന്ന് എഴുതുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? പ്രൊട്രാക്ടറിന്റെ കേന്ദ്ര ബിന്ദു, മുകളിലത്തെയും താഴത്തെയും വര കൂട്ടിമുട്ടുന്ന ബിന്ദു നമ്മൾ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ അളക്കേണ്ട കോണിന്റെ ശീർഷത്തിൽ ഇവിടെ വെച്ചു. പിന്നെന്താണ്? പ്രൊട്രാക്ടറിന്റെ ഇങ്ങോട്ടുള്ള വര, കാരണം ഇങ്ങോട്ട് വരയില്ല, ഇങ്ങോട്ടുള്ള വര ഞാൻ വരച്ച വരയോട് ചേർത്ത് പിടിച്ചു. വെക്കേണ്ട വിധം ഒന്നും കൂടി പറയുന്നു സംശയമുള്ളവർക്ക് കേട്ടോ. എന്നിട്ട് ഏത് സ്കെയിലാണ് നോക്കേണ്ടത് എന്നുള്ളതാണ്
കുട്ടികൾക്ക് തെറ്റുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ അടിയിൽ വരച്ചിരിക്കുന്ന വര ഏത് ഭാഗത്തേക്കാണോ നീണ്ടു കിടക്കുന്നത്, എന്റെ ഈ വര എങ്ങടാ നീണ്ടു കിടക്കണേ, ഈ ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കുന്നത്. അവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയിൽ ഏതാണോ, അതായത് എന്റെ ഈ റൈറ്റ് സൈഡിലേക്കാണ് എന്റെ വര നീണ്ടു കിടക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന പ്രൊട്രാക്ടറിന്റെ സ്കെയിൽ ഏത്? താഴത്തെ നോക്കുക, ഏത് സ്കെയിലാണ് തന്നെ പ്രൊട്രാക്ടറിന്റെ താഴത്തെ സ്കെയിലാണ്. അപ്പൊ ആ താഴത്തെ സ്കെയിൽ നോക്കിയിട്ട് ഈ രണ്ടാമത്തെ വര ഏത് നമ്പറിന്റെ നേരെയാണ് നിൽക്കുന്നത് എന്ന് നോക്കൂ. അപ്പൊ ഞാൻ വരച്ചത് ഇപ്പോൾ 60ന്റെ കഴിഞ്ഞ 65ലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ മെഷർ എത്രയാ വരിക? 65 ഡിഗ്രി. മെഷർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ടീച്ചർക്ക് സംശയമായി, ടീച്ചർ ഇപ്പുറത്തേക്ക് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാലും ഇപ്പുറത്തേക്കാണ് എന്റെ വര, എങ്ങനെയാണ് കോൺ നിൽക്കണതെങ്കിലോ ഇങ്ങനെയാ ചെയ്യുക. അപ്പൊ ഞാൻ നോക്കൂ, നമ്മൾ ഈ കേന്ദ്ര ബിന്ദുവിൽ ഈ രണ്ട് ലൈനും കൂട്ടിമുട്ടുന്ന ബിന്ദുവില് എന്റെ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെച്ചു. ഇവിടേക്ക് നീണ്ടു കിടക്കുന്ന വരയുമേ ഞാൻ എന്റെ ഈ അടിയിലത്തെ പ്രൊട്രാക്ടറിന്റെ വരതെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ഭാഗത്തേക്കല്ലേ എന്റെ വര നീണ്ടു കിടക്കണത്, ഈ വശത്തേക്കല്ലേ നീണ്ടു കിടക്കണേ. അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇപ്പൊ നീണ്ടു കിടക്കണത് കേട്ടോ വര. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുമ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് നീണ്ടു കിടക്കുന്ന, ലെഫ്റ്റിൽ നിന്ന് 0 തുടങ്ങുന്ന സ്കെയില്, അതായത് ഈ വശത്തേക്കാണ് എന്റെ വര നീണ്ടു കിടക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയിൽ ഏതാന്ന് നോക്കിയപ്പോ മുകളിലത്തെ സ്കെയിലാണ് എന്റെ 0 തുടങ്ങുന്നത്. അപ്പൊ മുകളിലത്തെ സ്കെയിൽ മാത്രമേ നോക്കാൻ പാടുള്ളൂ. മുകളിലത്തെ സ്കെയിൽ നോക്കിയപ്പോൾ ഇതാ 110ന്റെ നേരെയാണ് എന്റെ ഈ വര കിടക്കുന്നത്. അപ്പൊ ഈ ആംഗിളിന്റെ മെഷർ എത്രയാണ്? 110 ഡിഗ്രി. ഇങ്ങനെയാണ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ അളക്കുന്നത് കേട്ടോ. ഏത് ഭാഗത്തേക്കാണോ വര നീണ്ടു കിടക്കുന്നത് അവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയില്, അത് അടിയിലും മുകളിലും ഉണ്ടാവാം, രണ്ട് ഡയറക്ഷനിലും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു, ആംഗിള് വരയ്ക്കാനും പഠിച്ചു. അതുപോലെ തന്നെ തന്നിരിക്കുന്നത് എത്രയാണ് മെഷർ എന്നുള്ളത് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കാനും പഠിച്ചു. പിന്നെ നമ്മൾ ഒരു ഷേപ്പ് തന്നിട്ട് അതേ രീതിയിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാൽ, ഇപ്പൊ അതെ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കാൻ പറഞ്ഞത്, ഇതൊക്കെ വരയ്ക്കാൻ പറഞ്ഞു, ഈ ഷേപ്പ് ഇതേപോലെ തന്നെ വരയ്ക്കും. അളവ് തന്നിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ. ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്, റെക്ടാങ്കിൾ ആണ് ഇത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെയും 4 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും. എന്നിട്ട് ഇതേ ഷേപ്പ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് വരയ്ക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രൊട്രാക്ടർ നമുക്ക് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണ് എങ്കിൽ 4 ശീർഷത്തിലുമുള്ള കോണുകളുടെ അളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പൊ ആദ്യം തന്നെ 4 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചിട്ട് ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചു. എന്നിട്ടോ 90 ഡിഗ്രിയിലുള്ള ഒരു വര വരച്ചു അല്ലെ, 90 ഡിഗ്രിയിലുള്ള വര വരച്ചു. അതുപോലെ ഇപ്പുറത്തെ പ്രൊട്രാക്ടർ വെച്ചു, വര ഇവിടേക്ക് നീണ്ടു കിടക്കുന്നു, 90 ഡിഗ്രി അടയാളപ്പെടുത്തി 90 ഡിഗ്രിയിലുള്ള വര ഇവിടെയും വരച്ചു. എന്നിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് എത്ര സെന്റിമീറ്റർ തന്നിരിക്കണേ? 5 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, ഇവിടെയും 5 സെന്റിമീറ്ററിൽ പോയിന്റ് അടയാളപ്പെടുത്തി അതായി യോജിപ്പിച്ചു. എന്നിട്ട് തന്നിരിക്കുന്ന അളവുകളൊക്കെ നമ്മൾ ഫിഗറിൽ എഴുതി. അങ്ങനെയല്ലേ നമ്മൾ ഇങ്ങനത്തെ ഷേപ്പുകൾ, ഇതുപോലത്തെ അല്ല, ഒരു 3-4 തരം ഷേപ്പുകൾ നമ്മൾ വരച്ചിട്ടുണ്ട് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്? അങ്ങനെ ഷേപ്പുകൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന അളവിൽ സ്കെയിലും പെൻസിലും പ്രൊട്രാക്ടറും ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന ഷേപ്പുകൾ വരയ്ക്കാനായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടുള്ള സർക്കിൾ ഡിവിഷൻ, വൃത്ത വിഭജനം, അത് പഠിച്ചു. അതെങ്ങനെയാണ്, എങ്ങനെയാ ചെയ്യുക? വൃത്ത വിഭജനം എങ്ങനെ ചെയ്യും? നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ച് അതിനെ 6 തുല്യ അല്ലെങ്കിൽ 4 തുല്യ ഭാഗങ്ങളാക്കുക, അല്ലെങ്കിൽ 8 തുല്യ ഭാഗങ്ങളാക്കുക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞു. എന്താണ്? 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ച് ഒരു 6 സൈഡഡ് ഷേപ്പ് അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ പറയും. 6 വശങ്ങളുള്ള ഒരു രൂപം സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ആദ്യം 6 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാ വരച്ചു, അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാ വരച്ചു. അതാണോ ആദ്യം ചെയ്യാറ്? അല്ല. വരയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മള്? ഈ സർക്കിളിന്റെ ഉള്ളിലെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് വരയ്ക്കണമെങ്കിൽ ആദ്യം ആംഗിൾ എത്ര വെച്ചിട്ടാ വരയ്ക്കണ്ടേ എന്നറിയണ്ടേ ആദ്യം. അപ്പൊ അതെങ്ങനെയാണ് കണ്ടെത്തുക?
360. എവിടെന്നാ 360 എനിക്ക് കിട്ടിയത്? ചോദ്യത്തിലൊന്നും തന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ എനിക്ക് കിട്ടിയേ? അതെ, പോയിന്റിന് ചുറ്റുമുള്ള കോണിന്റെ ആകെ തുക, കോണുകളുടെ ആകെ തുക 360 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ടീച്ചറെ എനിക്ക് 360 കിട്ടിയത്. ആ 360നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര ഭാഗങ്ങളാണോ ആക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 4 ഭാഗങ്ങളാണ് ആക്കാൻ പറഞ്ഞത് എങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 90 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇത് കിട്ടിയതിന് ശേഷമേ ഞാൻ വരയ്ക്കാൻ തുടങ്ങുന്നുള്ളൂ. പറഞ്ഞ പോലെ തന്നെ 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് റേഡിയസ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഞാൻ വരച്ചു. ഇനി നമ്മൾ ഈ രേഖയിൽ ഈ റേഡിയസിൽ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചു, പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി അത് യോജിപ്പിച്ചു. പിന്നെയോ ഇതിൽ തന്നെയാണോ ഇനി ഞാൻ വെക്കേണ്ടത്? അല്ല, ലേറ്റസ്റ്റ് പുതിയതായിട്ട് വരച്ച വര ഏത്? വരച്ച വരയുമെയാണ് പിന്നെ വെക്കേണ്ടത്. അപ്പൊ ചെരിച്ചും വളച്ചും ഒക്കെ വരയ്ക്കേണ്ടി വരും. ഇപ്പൊ 6 സൈഡഡ് ഷേപ്പ് ഒക്കെ ആണെങ്കിൽ ഇതിൽ 6 വരകളാണ് വരുന്നത് അല്ലേ? അപ്പൊ ആ വരച്ച വരയുമ്പോ ചെരിച്ചും വളച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മള് പിന്നീടുള്ള കോണുകളൊക്കെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെരിച്ചു വെച്ചു. ചെരിച്ചു വെച്ചിട്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്തി അതും ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ചു. ഇനി ഇവിടേക്കാ വരയ്ക്കേണ്ടത്. ഈ വരയാണ് ഞാനിപ്പോ വരച്ചത്. അതുമ്മയാണ് ഞാൻ പ്രൊട്രാക്ടർ വയ്ക്കുന്നത്. അത് കഴിഞ്ഞതേ നോക്കൂ, 90 ഡിഗ്രി അടയാളപ്പെടുത്തി ഇതിലേക്ക് യോജിപ്പിച്ചു. ഇനി ഇതില് 4 സൈഡഡ് ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 സൈഡഡ് ഷേപ്പ് ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യണം? ഈ അറ്റത്തുള്ള ജോയിനിങ് പോയിന്റ്സിൽ നമ്മൾ വരച്ച വര സർക്കിളിന് ജോയിൻ ചെയ്തില്ലേ, ആ വരകള് കൂട്ടി യോജിപ്പിച്ചാൽ ഇവിടെ ഇപ്പൊ 4 ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് 4 സൈഡഡ് ഷേപ്പ് ആണ് കിട്ടുക. അല്ല 6 ഈക്വൽ പാർട്സ് ആയിരുന്നു എങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ലൈൻസ് കിട്ടും. ഇങ്ങനെ അതിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് നമുക്ക് ആ ഷേപ്പ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ സർക്കിൾ ഡിവിഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? അവസാനം എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ആംഗിൾ വരയ്ക്കുന്നത് അല്ലെ? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് അത് കുറച്ച് സംശയം ഉണ്ട് തോന്നുന്നു അല്ലെ? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് ആംഗിൾ വരയ്ക്കുക? തന്നിരിക്കുന്ന അളവിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാം? അപ്പോ നിങ്ങളുടെ ജാമിതി പെട്ടിയിൽ 2 തരത്തിലുള്ള സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലെ? ഇങ്ങനത്തെ 2 തരത്തിലുള്ള സെറ്റ് സ്ക്വയർ ഉണ്ട്. ഈ സെറ്റ് സ്ക്വയറിന് 3 കോർണേഴ്സുകളാണ് ഉള്ളത്. ഈ 3 കോർണറിലെയും ആംഗിളിന്റെ മെഷറും ടീച്ചർ നോട്ടിൽ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇത് 90 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്. അതുപോലെ ഇങ്ങനെ ചെറുത് ഒരെണ്ണം ഒരു ഭാഗം ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ടൈപ്പുള്ള സെറ്റ് സ്ക്വയർ ഇല്ലേ നിങ്ങളുടെ ജാമിതി പെട്ടിയിൽ അഥവാ ഇൻസ്ട്രുമെന്റ് ബോക്സില്? അതിലും അതെ, ഇത് ഈ 3 കോർണറുകൾ തന്നെയാണുള്ളത്. ഇത് 90 ഡിഗ്രി, ഇതോ 60 ഡിഗ്രി, ഈ ഭാഗം ഈ ചെറിയ ഭാഗം 30 ഡിഗ്രി. അങ്ങനെ 2 സെറ്റ് സ്ക്വയറിലും കൂടി മൊത്തം 6 കോർണേഴ്സുകളാണുള്ളത്. ആ 6 കോർണറിലുമുള്ള കോണുകളുടെ അളവുകൾ എത്രയൊക്കെയാണെന്നാ പറഞ്ഞേ? 90, 45, 45. അതാണ് ഒരു സെറ്റ് സ്ക്വയറിലുള്ള കോണിന്റെ അളവ്. പിന്നത്തെ സെറ്റ് സ്ക്വയറിലുള്ളതോ ഈ സെറ്റ് സ്ക്വയറിലെ അളവുകളാണ് ടീച്ചർ എഴുതിയത്. ഇനി ഈ സെറ്റ് സ്ക്വയറിൽ എത്രയൊക്കെയാണ് വരിക? 90 ഉണ്ട്, പിന്നെയോ 60 ഡിഗ്രി, വെരി ഗുഡ്, പിന്നെയോ 30 ഡിഗ്രി. അങ്ങനെ 6 മെഷറുകളാണ് നമ്മളുടെ സെറ്റ് സ്ക്വയറിലുള്ള ഓരോ കോർണറുകളിലെല്ലാം 6 കോർണറിലും കൂടി നമുക്ക് 6 മെഷേഴ്സുകളാണുള്ളത്. ഈ മെഷറുകൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ തന്നിരിക്കുന്ന അളവിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, തന്നിരിക്കുന്ന അളവിൽ എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ആംഗിൾ വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആദ്യം 75 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. ടീച്ചർ എക്സാമ്പിൾ ആയിട്ട് ഒന്നും പറയുന്നേ ഉള്ളൂ കേട്ടോ. 75 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ നോക്കി ഈ തന്നിരിക്കുന്ന അളവില് ഏതൊക്കെ തമ്മിൽ കൂട്ടിയാൽ അല്ലെങ്കിൽ കുറച്ചാൽ, നമ്മൾ ഒരെണ്ണേ കുറച്ചത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കൂട്ടിയാൽ ഏതൊക്കെ അളവുകൾ തമ്മിൽ കൂട്ടിയാലാണ് 75 കിട്ടുന്നത് എന്ന് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്താണ്? 30 ഡിഗ്രിയും 45 ഡിഗ്രിയും തമ്മിൽ കൂട്ടുമ്പോഴാണ് എനിക്ക് 75 കിട്ടുന്നത്. ഇതെങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഞാനൊന്നും കൂടെ പറയുന്നു കേട്ടോ. അപ്പൊ 30 ഡിഗ്രി ആദ്യം വരച്ചു. അത് ഏത് വേണമെങ്കിൽ ആദ്യം വരയ്ക്കാട്ടോ.
30 ഡിഗ്രിയാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ 30 ഡിഗ്രി കിട്ടണമെങ്കിൽ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ ഭാഗമല്ലേ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ കോർണർ ഉപയോഗിച്ചിട്ട് ഞാൻ 30 ഡിഗ്രി വരയ്ക്കാൻ പോകണം കേട്ടോ. അതാ ഈ കോർണർ ഇവിടുന്ന് ഇങ്ങടാ വരയ്ക്കണം ടീച്ചർ. കാരണം ഇവിടെ ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് തിരിച്ചും വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ടീച്ചറിന്റെ ഇങ്ങോട്ട് തിരിച്ചിട്ടാ വരയ്ക്കണ ആംഗിൾ എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ നോക്കൂ 30 ഡിഗ്രിയുടെ കോർണർ ഞാൻ ഇവിടെ വെച്ചു. അപ്പൊ ഈ കോർണറിനോട് ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി കേട്ടോ. അപ്പൊ 30 ഡിഗ്രിയുടെ കോർണർ വെച്ചിട്ട് ഞാൻ ഇവിടെ വരയ്ക്കുന്നു കേട്ടാ. 30 ഡിഗ്രിയുടെ കോർണർ വെച്ച് ഞാൻ ഇവിടെ വരച്ചു. ഇതാണ് 30 ഡിഗ്രി ഞാൻ വരച്ചത്. അപ്പൊ ആദ്യത്തെ 30 ഡിഗ്രി വരച്ചു കഴിഞ്ഞു. ഇനി എത്രയും കൂടി വരച്ചാലേ 75 കിട്ടുള്ളൂ. 45 ഡിഗ്രി കൂടി വരയ്ക്കണം. 45 ഡിഗ്രി വരയ്ക്കാനായിട്ട് ഒരേപോലെ ഇരിക്കണ സെറ്റ് സ്ക്വയറിന്റെ ഏതെങ്കിലും ഒരു കോർണർ, ഇതും 45 ഇതും 45. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ പോരെ. അതെങ്ങനെയാ വെക്കേണ്ടത്? സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം വരച്ചതിന്റെ ഉള്ളിൽ വെക്കും അല്ലെ. ഇത് ആഡ് ചെയ്യണതായതുകൊണ്ട് ആദ്യം വരച്ച ആംഗിളിന്റെ പുറത്ത് വെക്കണം. എങ്ങനെ വെക്കണം? 45 ഡിഗ്രിയുടെ കോർണർ നമ്മൾ വരച്ച 30 ഡിഗ്രിയില്ലേ, ആ 30 ഡിഗ്രിയുടെ ഏതെങ്കിലും ഒരു ലൈനിനോട് ചേർത്ത് പിടിക്കണം. കണ്ടോ? ഇതാ ഇങ്ങനെ ചേർത്തത് ഈ വരയോട്, നമ്മളിപ്പോ വരച്ച ആ 30 ഡിഗ്രിയുടെ ഈ വരയോട് ചേർത്ത് നമ്മൾ 45 ഡിഗ്രിയുടെ കോർണർ ഇതിനോട് ചേർത്ത് പിടിച്ചിട്ട് വരച്ചാൽ ഇവിടേക്ക് വരയ്ക്കാൻ ഒരു സ്പേസ് ഉണ്ട്. കണ്ടോ? ഇവിടെ അത് ചേർത്ത് വരച്ചു. അപ്പൊ ഇത് 45 ഡിഗ്രി വരച്ചു. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 75 ഡിഗ്രി പറഞ്ഞ അളവ് കിട്ടി. അപ്പൊ ആദ്യം 30 ഡിഗ്രി വരച്ചാലും 45 ഡിഗ്രി വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം 45 വരച്ചിട്ട് 30 വരച്ചോണ്ട് കുഴപ്പമില്ല. ടീച്ചർ ഇവിടെ ആദ്യം 30 വരച്ചു, പിന്നെ 45 വരച്ചു, അത്രയേ ഉള്ളൂ. ഏത് കോർണറാണ് ഉപയോഗിക്കേണ്ടത് ആ കോർണർ ഇവിടെ വെക്കണം. ആദ്യം വരച്ച ആംഗിളിന്റെ മുകളിൽ ചേർത്ത് പിടിച്ചിട്ട് വേണം വരയ്ക്കാൻ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് വരച്ചാൽ തെറ്റില്ലേ. ചിലര് ഇങ്ങനെയൊക്കെ വെച്ച് വരയ്ക്കും. ഇങ്ങനെയൊക്കെ വരച്ചിട്ട് 45 ഡിഗ്രി വരയ്ക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ കോർണർ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. ഇല്ല, അതെ ഈ വരയില്ലേ നമ്മൾ 30 ഡിഗ്രിയുടെ വരച്ച ഈ വര, ആ വരയോട് ചേർത്ത് തന്നെ പിടിച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. മനസ്സിലാവുണ്ടോ? അതാണ് 75 ഡിഗ്രി വരച്ചത്. ഇനിയൊരു 15 ഡിഗ്രി കൂടി ടീച്ചർ ഒന്ന് പറഞ്ഞേക്കാം. 15 ഡിഗ്രി ഇതിന് വ്യത്യാസമുള്ളതാണ്. കാരണം കുറച്ചിട്ടല്ലേ കിട്ടേണ്ടത് അത്. അപ്പൊ 15 ഡിഗ്രിയും എങ്ങനെയാ വരയ്ക്കാന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടാ. എങ്ങനെയാണ് കിട്ടുക 15 ഡിഗ്രി? 15 ഡിഗ്രി കിട്ടണമെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും തമ്മിൽ കൂട്ടിയാൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താ? 15നേക്കാൾ കൂടുതലാണ് ഇതിലെല്ലാം എണ്ണം. അപ്പോൾ ഏതെങ്കിലും സംഖ്യകൾ, ഏതെങ്കിലും അളവുകൾ കുറച്ചാൽ നമുക്ക് 15 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി 45 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി കുറച്ചാൽ എനിക്ക് 15 ഡിഗ്രി കിട്ടുമെന്ന് മനസ്സിലായി. കുറയ്ക്കുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കൂട്ടാ. അപ്പൊ ആദ്യം 45 ഡിഗ്രി അല്ലേ വരയ്ക്കേണ്ടത്? വലിയതാണ് വരയ്ക്കേണ്ടത്. ആ വലിയ അളവ് ഏതാണോ അത് ആദ്യം വരച്ചൂടെ. 45 ഡിഗ്രി വരയ്ക്കാൻ പോകും കേട്ടാ. ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. 45 ഡിഗ്രി ഞാൻ വരയ്ക്കാൻ പോകാട്ടാ. 45ന്റെ കോർണർ ഉപയോഗിച്ചിട്ട് 45 ഡിഗ്രി ടീച്ചർ വരച്ചു. ഇത് 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? അതിൽ നിന്ന് 30 ഡിഗ്രി കുറയ്ക്കുകയാണ് വേണ്ടത്. എന്നാലേ എനിക്ക് 15 കിട്ടുള്ളൂ. അപ്പൊ 30 ഡിഗ്രി കുറയ്ക്കണമെങ്കിൽ നമ്മൾ കുറയ്ക്കേണ്ടത് ഇങ്ങനെ ഇതിന്റെ കൂടെ പുറത്തല്ല വരയ്ക്കേണ്ടത്, ഉള്ളിൽ വെച്ചിട്ടാണ്. സബ്ട്രാക്ഷൻ വരുമ്പോൾ ഉള്ളിൽ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 30ന്റെ കോർണർ ഇവിടേക്ക് വെച്ച്, ടീച്ചറുടെ ഇവിടെ ഇങ്ങനെയുള്ളത് കൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ടീച്ചറുടെ ഇങ്ങോട്ട് തിരിച്ചു വരയ്ക്കട്ടെ, എന്നാ കൃത്യമായിട്ട് മനസ്സിലാവും. 45 ഡിഗ്രി ഇങ്ങനെ വരച്ചു കേട്ടാ. 45 ഡിഗ്രി ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ആ 30 ഡിഗ്രി എങ്ങനെയാ വരയ്ക്കണേന്ന് കൂടി പറഞ്ഞു തരികയാണ്. 30ന്റെ കോർണർ ഏതാ? മറ്റേ സെറ്റ് സ്ക്വയറിലെ നീണ്ടു നിൽക്കുന്ന ഭാഗം, അതാണ് 30ന്റെ കോർണർ. അത് എവിടെ വെക്കണം? ഈ ഉള്ളിലാണ് വെക്കേണ്ടത്. കാരണം സബ്ട്രാക്ഷൻ ആകുമ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു പുറത്ത് വെച്ചല്ല വരയ്ക്കേണ്ടേ, ഉള്ളിൽ വെച്ചിട്ടാ വരയ്ക്കുകയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തുതാ? ഇവിടെ അടിയിലത്തെ വരയോട് ചേർത്ത് 30ന്റെ കോർണർ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആദ്യം വരച്ച ആംഗിളിന്റെ കോർണറിനോട് ചേർത്ത് പിടിച്ചുതാ, ഇങ്ങനെ വെച്ചു.
സെറ്റ് സ്ക്വയറിന്റെ ഒരു കോർണർ ഈ നമ്മൾ അടിയിലത്തെ വരയോട് ചേർത്ത് വെച്ചു. എങ്ങനെ 30ന്റെ കോർണർ ഈ ആദ്യം വരച്ചതിനോട് ചേർത്ത് പിടിച്ച് ഇവിടെ വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്, ആ വര സെന്ററിനോട് യോജിപ്പിച്ചു. അപ്പൊ ഇത് മൊത്തം 45 ഡിഗ്രിയാണ്. ഈ വരച്ചത് 30, ഈ വരച്ചതാണെങ്കിൽ 30. അപ്പോഴോ ബാക്കിയുള്ളത് ഈ വരച്ചതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് 30 ഡിഗ്രിയാണ് ഞാനിപ്പോ വരച്ചത് അല്ലെ. ഇവിടെ വരച്ചതുകൊണ്ട് 30. അപ്പൊ ബാക്കിയുള്ളത് എത്രയായി മാറും? 15 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ആംഗിൾസ് വരച്ചത്. മനസ്സിലായോ? ഇനി നമ്മൾ പഠിച്ചത് എന്താ? ഈ പാഠഭാഗത്തിൽ പഠിച്ചത് എന്താണ്? നമ്മള് ഒരു പച്ച മഞ്ഞ ഷെയ്ഡ് ചെയ്തിട്ടൊക്കെ തന്നു. ആ ഷെയ്ഡ് ചെയ്ത് തന്നത് ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് എന്ന് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഇല്ലേ? അതിൽ നമ്മൾ എങ്ങനെയാ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? ആ തന്നിരിക്കുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണോ, ഷെയ്ഡ് ചെയ്ത ഭാഗം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഏത് പറയും നമ്മള്? 80. ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണോ അത് ബൈ 360 എന്ന് ചെയ്തു അല്ലെ? ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് ആകെയുള്ള വൃത്തത്തിന്റെ എത്ര ഭാഗം എന്നുള്ളത് കാണാനായിട്ട് ഭാഗം എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഫോമിലേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. പാർട്ട് എന്ന് പറഞ്ഞാൽ ഉത്തരം ഫ്രാക്ഷന്റെ വരുള്ളൂ. അങ്ങനെ വരുമ്പോ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗം ന്യൂമറേറ്റർ ആയിട്ടും അംശമായിട്ടും മൊത്തമുള്ളത് സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ മൊത്തമുള്ള ആംഗിളിന്റെ മെഷർ ഡിനോമിനേറ്ററുമായിട്ടാണ് നമ്മൾ എഴുതുക. അപ്പൊ നമുക്ക് കിട്ടി 80/360 എന്നുള്ളത് കിട്ടി. ഇനി ഇത് ഇങ്ങനെ എഴുതിയാൽ പോരാ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സ്മോളസ്റ്റ് ഫോം അഥവാ ലോവസ്റ്റ് ഫോം കണ്ടെത്തണം. കണ്ടെത്താനായിട്ട് HCF രീതിയിൽ നമ്മൾ പറഞ്ഞു തന്നു. അല്ല എങ്കിൽ നമ്മൾ ഘടകങ്ങൾ ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ടും നമ്മൾ എഴുതി. അപ്പൊ എന്ത് ചെയ്തു? 80 എന്നുള്ളതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടെത്തേണ്ടത് അല്ലെ? 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഫാക്ടേഴ്സ് കണ്ടെത്തി HCFഉം LCMഉം കാണാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 40 എങ്ങനെയാ എനിക്ക് കിട്ടിയേ? 80 എന്നുള്ള നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എനിക്ക് 40 കിട്ടിയത്. കണ്ടു? ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അതേപോലെ 40ലും 2 ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ 20 എന്നുള്ളത് വരും. വീണ്ടും 2 10 ടൈംസ് 2 5 ടൈംസ്. ഇത്രയാണ് 80 എന്നുള്ളതിന്റെ ഘടകങ്ങൾ വരുന്നത്. ആ ഘടകങ്ങൾ ഇവിടെ എഴുതിയിട്ട് ചെയ്യാനും മതി. ടീച്ചർ അന്ന് പഠിപ്പിച്ചു തന്നത് ഘടകങ്ങൾ എഴുതി കോമൺ ഫാക്ടേഴ്സ് പൊതു ഘടകം കണ്ടെത്തി അതിൽ നിന്ന് 1 പൊതു ഘടകം അഥവാ HCF കണ്ടെത്തി ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആവാം. അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്താൽ മതി. 80യുടെ ഫാക്ടേഴ്സുകളെല്ലാം ഇവിടെ എഴുതാം. 2 × 2 × 2 × 2 × 5 അങ്ങനെ ഫാക്ടേഴ്സ് എഴുതുക. പിന്നെ അതേപോലെ 360യുടെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്തി. 360യുടെ ഫാക്ടേഴ്സ് 2 ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. 360നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 3 2ൽ ഒരു പ്രാവശ്യം പോവും. 1 ബാക്കിയുണ്ട്. അപ്പൊ 16 ആയി മാറി അല്ലെ? അങ്ങനെ 16 ആവുമ്പോൾ 8 പ്രാവശ്യം, പിന്നെ 0, വീണ്ടും 2 90 പ്രാവശ്യം 2. ഇതൊക്കെ ടീച്ചറിന്റെ സ്പീഡിൽ ചെയ്യേണ്ട ഒരുപാട് പ്രാവശ്യം ചെയ്ത് ശീലമായിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും പറ്റും. ഒരുപാട് പ്രാവശ്യം എന്താ ഫാക്ടേഴ്സിന്റെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ എന്ത് വേണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലാതെ കാര്യമില്ല. അപ്പൊ എന്താണ്? 45 ആണ്. പിന്നെ 3 ഉള്ളൂ. 15 ടൈംസ് 3 5 ടൈംസ് അങ്ങനെ എഴുതി. അപ്പൊ ഈ അടിയിലുള്ള ഫാക്ടേഴ്സ് അറിയാനായിട്ട് ഇതാ ഇവിടെ എങ്ങനെ എഴുതി? 2 × 2 × 2 × പിന്നെയോ 3 × 3 × 5 ഇങ്ങനെ എഴുതിയാലും മതി. HCF കണ്ടിട്ടാ പഠിച്ചു അതായാലും കുഴപ്പമില്ല കേട്ടാ. ടീച്ചർ വേറൊരു രീതിയും കൂടി പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. HCFക്ക് പോവാതെ ഘടകങ്ങളാക്കൽ വേണം. എന്നിട്ട് എങ്ങനെയാ ചെയ്യണേന്ന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നോക്കൂ, ഒരേപോലെയുള്ള സംഖ്യകൾ മുകളിലും താഴെയും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം നമുക്ക്. കട്ടിംഗ് മെത്തേഡ് എന്ന് പറയും. അപ്പൊ അതാ നോക്കൂ, ഒരു രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഒരേപോലെയുള്ള സംഖ്യകൾ മാത്രം. അപ്പൊ ഈ 2 കഴിഞ്ഞു. ഈ രണ്ടും കട്ട് ചെയ്ത് പോയിക്കൂടെ? സാധിക്കും. വീണ്ടും ഉണ്ട് 2, അതും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ 3 2കൾ മുകളിലും താഴെയും ഉള്ളത് കൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ 2കളൊന്നും അടിയിലില്ല, അതുകൊണ്ട് ഈ മുകളിലത്തെ 2നെ വെട്ടിക്കളയാൻ സാധിക്കില്ല. ഇനി വേറെ സംഖ്യകൾ എന്തെങ്കിലും ഉണ്ടോ? 5 വെട്ടിക്കളയാനായിട്ട് സാധിച്ചു.
അപ്പൊ ഇനി ബാക്കി മുകളിൽ എന്തേ ഉള്ളൂ, ഒരു 2 ഉണ്ട്, താഴെ എത്ര എന്താണുള്ളത്, 3 × 3 ഉണ്ട്. അപ്പൊ എത്ര കിട്ടി, 2/9 എന്ന ആൻസർ കിട്ടി. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നമ്മുടെ HCFക്ക് എത്തുമ്പോൾ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യലാണ് കറക്റ്റ് മെത്തേഡ്. അല്ല ഈ രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ന്യൂമറേറ്ററിന്റെ ഫാക്ടേഴ്സ് എഴുതുക, ഡിനോമിനേറ്ററിന്റെ ഫാക്ടേഴ്സ് എഴുതുക. എന്നിട്ട് ഈ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മുകളിലും താഴെയും ഒരേ സംഖ്യകൾ ഉണ്ടെങ്കിൽ മാത്രം ഒരു നമ്പർ ഒരു പ്രാവശ്യമേ വെട്ടാൻ പാടുള്ളൂ. ഇവിടെ 2 വെട്ടി, ഇവിടെ 2 വെട്ടി, ഈ 2 ഇവിടെ വെട്ടാനൊന്നും ഇല്ലാച്ചാൽ ഇതിനെ തന്നെ വീണ്ടും വെട്ടി, അത് പാടില്ല. സെയിം നമ്പറുകളാണ് മുകളിലും താഴെയും എങ്കിൽ അത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഈ നമ്പറുകൾ ഇനി ഉപയോഗിക്കേണ്ട, ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ 2 ഉണ്ടെങ്കിൽ അതും ഇതുപോലെ കട്ടിംഗ് മെത്തേഡില് യൂസ് ചെയ്ത് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കുറച്ച് കണക്കുകൾ, ഒരു 6 കണക്കുകൾ ഉണ്ടായിരുന്നു ഇതേ രീതിയിൽ. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ട് ഈ പാഠഭാഗത്തില്. അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്ത് ഇതുപോലെ ശീലിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മള് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേ, ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിന്റെ ആംഗിൾ കണ്ടെത്തുക എന്നുള്ളതാണ് കുറച്ച് പിന്നീട് ചെയ്തത് അല്ലെ. അതായത് ഒരു സർക്കിളിന്റെ ഫ്രാക്ഷൻസ് തന്നു, 3/8 എന്നുള്ളത് എത്രയായിരിക്കും ആ സർക്കിളിന്റെ ആംഗിൾ വരിക. ഒരു സർക്കിളിന്റെ 3/8 ഭാഗം ഷെയ്ഡ് ചെയ്തു വെങ്കിൽ അത് മൊത്തം എത്ര ആംഗിൾ ആണ് എന്നുള്ളത് എങ്ങനെയാ കണ്ടെത്തുക, തന്നിരിക്കുന്ന ഫ്രാക്ഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സർക്കിളിന്റെ മൊത്തം ആംഗിളിന്റെ മെഷർ, ആ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളിന്റെ മെഷർ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യാ, 360 × 3 അല്ലെ. ന്യൂമറേറ്ററില് 360ഉം 3ഉം ആണ് കിടക്കുന്നത്. ഡിനോമിനേറ്ററിൽ വേറെ സംഖ്യകളൊന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ലാത്തത് കൊണ്ട് 8 തന്നെ നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പൊ 360 × 3 എത്രയാണെന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 360 × 3, 6 3s are 18, 3 3s are 9 plus 1 10, 1080/8 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ ആൻസർ കിട്ടുന്നത്, അതായത് 1080നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ എത്ര കിട്ടും എന്ന് നോക്കാം. 3 8s are 24 അല്ലെ. 3 8s are 24, 4 0 ഇറക്കിയിട്ടാൽ 135, 40 എന്ന് കിട്ടും അല്ലെ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടി, നമ്മുടെ ആൻസർ എത്ര കിട്ടി, 135 ഡിഗ്രി എന്ന് കിട്ടി. ഇത് കിട്ടിയാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടമുള്ള റേഡിയസിലെ സർക്കിൾ വരച്ച് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 135 ഡിഗ്രി വരച്ച് കാണിക്കണം. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത്. അതിൽ സർക്കിൾ ഡിവിഷൻ എന്തായാലും വരും. അതുപോലെ നമ്മൾ HCF കണ്ടിട്ടോ അതൊക്കെ ഘടകങ്ങൾ ഒരേപോലെയുള്ളത് കട്ടിംഗ് മെത്തേഡ് കട്ട് ചെയ്തിട്ട് ചെയ്തതുമില്ലേ, അതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരണതാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പാഠം ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു മൊത്തം. അപ്പൊ അതൊന്ന് നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇനി അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ലെസൺ പകുതി വെച്ചിട്ട് ഒരു എക്സാം നടത്തി. ഇനി ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞതിന്റെ പേരിൽ ഒരു എക്സാം നടത്തും, എക്സ്ട്രാ പ്രോബ്ലംസ് തരും. നല്ല രീതിയിൽ പഠിച്ചു പോവാട്ടോ. ഓക്കെ, താങ്ക് യു.